അമ്മയെ കൊടുത്തുനിന്ന് സ്മരിക്കാൻ എനിക്ക് സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ മാതാവിനോടുള്ള നന്മ എടുക്കാൻ വന്നിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ നമ്മൾ ചാറായി കൊടുക്കുന്ന നാമത്തിൽ സ്വാഗതം. എഴുത്തേർന്ന സഹപാഠികളുടെ പേരിലും നമ്മുടെ പഠന ക്ലാസ്സിൻ്റെ പേരിലും സ്വാഗതം. പിന്നെ ഓരോ അംഗങ്ങൾക്കും നമ്മളോട് പഠിക്കാൻ വന്നേക്കണം നിങ്ങളെയും ക്ലാസ്സിലേക്ക് സ്വാഗതം. പിണ്ടം എപ്പേരുവൻകൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും ശംഭോ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണി പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്നമൃതു നൽകി വളർത്ത ശംഭോ. കല്ലിനകത്തു മുടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന മലേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നതോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളിയിരു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയെ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നിലച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കരന്നേ. മാതാവുമില്ല അവിടെയൊന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. അന്നുള്ള വേദന മറന്നത് നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നെ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്നു കുറിവാതിലഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതു ഇന്നറിയുന്നു ശംഭോ. എന്തള്ള എന്നെയകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുവിട്ട് നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു കൂന്നത് എന്താവതിഞ്ഞടിയനൊന്നരുളിയിടു ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാനിവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. ഇല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ. ഈ ഓരോ ലൈനുകളിലും 14 അക്ഷരങ്ങൾ വരും. ചിലക്ഷരത്തെ മാറ്റിക്കൊണ്ട് എഴുതി നോക്കിയ ഓരോ ലൈനുകളിലും ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയനിന്റെ പിണ്ടം. ചിലക്ഷരം മാറ്റണം, യൂർ മാറ്റണം, ഇൽ മാറ്റണം, ഇൽ മാറ്റണം. അങ്ങനെ ഓരോ ലൈനുകളെയും നോക്കിക്കഴിഞ്ഞാൽ 14 അക്ഷരങ്ങൾ വീതമാണ് എല്ലാത്തിലും. ഈ കൃതിയുടെ ഒരു പ്രത്യേകത 9 ശ്ലോകങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. 9 ശ്ലോകങ്ങളിൽ 3-ാമത്തെ ശ്ലോകം ഒഴികെ ബാക്കി എല്ലാ ശ്ലോകത്തിലും ശംഭോ എന്ന് ശിവഭഗവാനോടുള്ള ആ ഒരു താഴാഴ്മയായിട്ടുള്ള ആ ഒരു വിളി, ശംഭോ എന്നുള്ള വിളി
എല്ലാ ശ്ലോകത്തിലും ഉണ്ട്. 3-ാമത്തെ ശ്ലോകത്തിൽ മാത്രം ഇല്ല. പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഭഗവാൻ നമുക്ക് പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു രഹസ്യാത്മക, ഭഗവാന്റെ സൃഷ്ടികളിലെല്ലാം ഭയങ്കര നിഗൂഢമായ ഒരു രഹസ്യം ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴും ഒരു നിഗൂഢമായ ഒരു രഹസ്യം ഉണ്ട്. ആ രഹസ്യത്തെ ശ്രീനാരായണ സ്വാമിപാദങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ പിണ്ടനന്ദി കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ശിവഭക്തിയുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ കൃതിയിലൂടെ പ്രകടമാകുന്നത്. നമുക്കറിയാം, ഈ കൃതി സ്തോത്രകൃതിയാണെങ്കിൽ കൂടി ഒരു വ്യത്യസ്തമായ പ്രമേയത്തെയാണ് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഈ കൃതിയിലൂടെ. ഈ ശംഭോ എന്നൊരു വിളി തന്നെ ശിവഭഗവാന്റെ പല പേരുകൾ നമുക്കറിയാം. ശിവഭഗവാനെ ഇതിന്റെ പേരുകൾ അനുസരണമായ ചേട്ടന്മാരുടെ പേരൊക്കെ എന്ന് പറഞ്ഞേ മഹാദേവൻ, ശങ്കരൻ, സദാശിവൻ, അല്ലേ, പരമശിവൻ, ഇതൊക്കെ മഹാദേവന്റെ 108 ശ്ലോകം നമ്മൾ ചെല്ലുമ്പോഴും അതിലെല്ലാം മഹാദേവന്റെ ഓരോരോ സദാശിവൻ, ഇതെല്ലാം മഹാദേവന്റെ പേരുകളാണ്. ഇവിടെ ഭഗവാന് ശംഭോ എന്നാണ് വിളിക്കുന്നത്. ആ ശംഭോ എന്ന താഴ്മയായിട്ട് വിളിക്കുന്ന ആ ഒരു വിളിയിലൂടെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഈ കൃതിയിൽ അങ്ങോളം ഇങ്ങോളം ആ ഭഗവാനെ വിളിക്കുന്നതിനുള്ള ഒരു തേങ്ങൽ പ്രതിധ്വനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ആ പിണ്ടത്തോടുള്ള ആ നന്ദി പറച്ചില് അതെത്രമാത്രമാണ് ഒരു തേങ്ങലായിട്ടാണ് പ്രതിധ്വനിക്കുന്നത്. സ്തോത്രകൃതിയിൽ പെടുന്നതാണെങ്കിലും നമുക്കറിയാം, ഇത് ഭഗവാനെ ആദ്യം മുതൽ അവസാനം വരെ ഭഗവാനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രകൃതിയുടെ പ്രത്യേകത തന്നെയാണ് നമ്മൾ ഉപാസനയാണ്. ഉപാസനയാണ് നമ്മൾ ചേർന്ന്. ഉപാസന എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശ്വരെ അറിയാനുള്ള വഴികൾ നമ്മൾ ചോദിച്ചു വേണം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്? അത് ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നുകൊണ്ട് ഉപാസിക്കാനാണ് സ്തോത്രകൃതിയുടെ പ്രത്യേകത. നമുക്കറിയാം, പിണ്ടത്തിനോടുള്ള നന്ദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആരോടൊക്കെയാണ് നന്ദി പറയുന്നത്? ഈ ഭൂമിയിൽ ഈ മനുഷ്യ ജന്മത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആരോടൊക്കെ നന്ദി പറയണം? നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം, നമ്മുടെ സുഹൃത്തുക്കളോട് ഗുരുക്കന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം, അധ്യാപകരോട് നന്ദിയുള്ളവരായിരിക്കണം, മക്കളോട് നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് സ്ഥാപനമാണെങ്കിൽ അവിടെ എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കണം. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഈ ജന്മം തന്ന ഈ നമ്മുടെ സാധനം ഈശ്വരനോട് നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറണം. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ ശരീരം എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് നമ്മുടെ ശരീരം നമ്മളല്ലേ? ആരാണ് ഇത്രമാത്രം നമ്മളിവിടെ നിൽക്കുന്ന? ഞാനും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ, എങ്ങനെയാണ് ഈ ശരീരം ഉണ്ടായിട്ടുള്ളത് പഠിക്കും, ചൊല്ലുമ്പോൾ പ്രാർത്ഥന ചൊല്ലും. പക്ഷേ ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ഈ ശരീരമൊക്കെ ഈ രൂപത്തിൽ ഇങ്ങനെ കിട്ടിയത് ആരുടെ കഴിവാണ്, ഇതൊന്നും നമ്മുടെ കഴിവല്ല എന്ന് ബോധ്യപ്പെട്ടത് അപ്പോൾ മാത്രമാണ്. നമ്മൾ ആരാണെന്നൊക്കെ ഈ ഒരു കൃതി പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാകും. നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ചോദിക്കും, നിങ്ങളാരാന്ന് ചോദിക്കത്തില്ലേ? നിങ്ങളാരാന്ന് നമുക്ക് ദേഷ്യങ്ങളാണ് ചോദിക്കും. നിങ്ങളാരാന്ന് ചോദിക്കാൻ തന്നെ നമ്മൾ ചോദിക്കും. എന്നിട്ട് തിരിച്ചവരോട് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ആരാണെന്ന് നമ്മുടെ അയൽവക്കക്കാരോട് ചോദിച്ചു നോക്കിയേ. ഇപ്പൊ രഞ്ജിത്ത പറയുന്നെങ്കിൽ പറയും, രഞ്ജിത്ത പറയുമ്പോഴേ SNDP ഒന്ന് പോയി ചോദിച്ചു നോക്കിയേ, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് പറയില്ലേ? പക്ഷേ നമ്മൾ അവിടെയും നമ്മൾ ആരാന്നുള്ളത് തിരിച്ചറിയത്തില്ല. നമ്മൾ പറയുന്ന ആരാ? നമ്മുടെ അയൽവക്കത്തുള്ളവരോടോ അല്ലെങ്കിൽ ആ ദേശത്തുള്ളവരോട് പോയി ചോദിക്കും. അപ്പോഴും നമുക്ക് നമ്മൾ ആരാണെന്നുള്ള ബോധ്യമില്ലാത്തതാണ് നമ്മളത് പറയുന്നത്, അല്ലേ? നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കിടക്കണം. ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയന്റെ പിണ്ടം എപ്പേരുവൻകൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിലച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. എന്താ പറയുന്നത്? ശംഭുവായിട്ടുള്ളവനെ. ശംഭു എന്ന് പറഞ്ഞാൽ മംഗളം. ശംഭു എന്ന് വെച്ചാൽ മംഗളം ഭവിപ്പിക്കുന്നവനെ.
ശംഭുവായിട്ടുള്ളവനെ എൻ്റെ പിണ്ടത്തെ ഗർഭാവസ്ഥയിൽ എൻ്റെ പിണ്ടത്തെ എപ്പോഴും അൻപോട് എല്ലായ്പ്പോഴും സദാ എല്ലായ്പ്പോഴും എങ്ങനെയാണ് എല്ലാ കാരുണ്യവും തന്ന് വളർത്തിയ കൃപാലുവാണ് അല്ലേ. അൻപോടെ എല്ലാ കാരുണ്യത്തോടും കൂടി എല്ലാ ദയയോടും കൂടി ആ പിണ്ടം ഉണ്ടായത് എങ്ങനെയാണ്? അവിടെ അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടിച്ചേർന്ന് ആ പിണ്ടവാഹിനിക്കുടയിൽ നിന്നെടുത്ത് അമ്മയുടെ അണ്ടം കാത്തു നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ ബീജം ചെന്ന് ബീജത്തെ സ്വീകരിച്ചുകൊണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം, എല്ലാം അറിയാമെന്നല്ലേ, സ്വീകരിച്ചുകൊണ്ട് ഗർഭപാത്രത്തിലേക്ക് ഒരു വിവാഹത്തിന് ഒരു സ്ത്രീയും പുരുഷനും കൈപിടിച്ച് വിവാഹത്തിന് ഫലം വയ്ക്കുന്നത് പോലെ തന്നെ ഗർഭപാത്രത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് ആ ബീജത്തെ അണ്ടം അകത്തേക്ക് സ്വീകരിച്ച് അവിടെ നമുക്കറിയാം 27 ദിവസം നമ്മുടെ മാസമുറയാകുന്ന സമയത്ത് പീരിയഡ്സാകുന്ന സമയത്ത് ഒരു ശയ്യ ഒരുക്കാറുണ്ട്. ആ ശയ്യ ഈ ബീജം അകത്തോട്ട് ചെല്ലാതെ വരുമ്പോൾ ആ ഒരു സങ്കടം, ആ ചെല്ലാതെ വരുന്നതിൻ്റെ സങ്കടത്തിൻ്റെ ഒരു പൊട്ടലാണ്, കണ്ണീർ തൂവലാണെന്ന് പറയുന്നത് നമ്മുടെ ഈ പീരിയഡ്സ് എന്ന് പറയുന്നത്. ആ ശയ്യ ഒരുക്കിയിട്ട് ബീജം ചെല്ലാതെ വരുമ്പോൾ അകത്തേക്ക് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു ശയ്യ ഒരിക്കലാണ് ആ 28 ദിവസം കൊണ്ട് അവിടെ നടക്കുന്നത് നമ്മുടെ ആ പീരിയഡ്സിൻ്റെ സമയത്ത്. അങ്ങനെ ആ അണ്ടവും ബീജവും കൂടെ അവിടെ സംയോജിക്കുന്നതിനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സംയോജിച്ചാണ് ഒരു പിണ്ഡമായി മാറുന്നത്. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടെ കൂടിച്ചേർന്ന് അവിടെ നാദം തിരണ്ട് കഴിയുമ്പോൾ ഒരു ജീവന്റെ ഉൽപ്പത്തി അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ പിണ്ഡമായി മാറും. അങ്ങനെ ആ പിണ്ഡമായി മാറുന്ന അവസ്ഥയിൽ എന്നെ എല്ലാ തരത്തിലുള്ള കാരുണ്യവും അവിടെ അമ്മയിൽ നിന്ന് വേണ്ടുന്ന പോഷകങ്ങളെല്ലാം നൽകിക്കൊണ്ട്, അമ്മ പോലും അറിയുന്നില്ല ഉണ്ടോ, അച്ഛനും അമ്മയും പോലും അവരുടെ ആനന്ദവേളയിൽ ഉണ്ടാകുന്ന ആ അണ്ടവും ബീജവും സംയോജിക്കുന്ന ആ സമയം ഈ സ്ത്രീയും പുരുഷനും പോലും അറിയുന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജന്മ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇപ്പോൾ ആഘോഷിക്കുന്ന ഈ ദിവസമേ അല്ല. അമ്മയുടെ ഉദരത്തിൽ എപ്പോഴാണോ ഈ അണ്ടവും ബീജവും കൂടെ സംയോജിക്കുന്ന ആ സമയം, അത് നമുക്കറിയത്തില്ല. അത് ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ എല്ലാം തന്ന് അവിടെ നമുക്ക് വളർത്തിയ കൃപാലുവാണ്. ആ പിണ്ടാവസ്ഥയിൽ എനിക്ക് എന്തെല്ലാം തന്ന് അവിടെ വളർത്തിയ ആ കൃപാലു കൽപ്പിക്കുന്നത് പോലെ മാത്രമേ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നാലും നടക്കുന്നുള്ളൂ. ഇപ്പം നടക്കുന്നതും അതുതന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ ആ പിണ്ടാവസ്ഥയിൽ നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് അറിയണം. അതാണ് ഭഗവാനോട് പറഞ്ഞത്. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടത്തെ കാത്തു രക്ഷിച്ച് ഭഗവാന് വളരെ കാരുണ്യത്തോടെ കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് കൽപ്പിച്ച പോലെ നിലച്ചു വരുമെന്ന് കണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം നമ്മൾ അമ്മയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചം മൊത്തത്തിലേ നിൽക്കുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ ഗർഭപാത്രം. നമ്മൾക്ക് ഇപ്പോഴും ഒരു ഗർഭപാത്രത്തിലാണ്. ഇപ്പോഴും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഗർഭപാത്രത്തിൽ തന്നെയാണ് നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാണ്ടത്തിലെ ഗർഭപാത്രത്തിലാണ്. ആ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചതാരാണ്? ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെ ജീവിതത്തിലും എല്ലാം നടക്കുന്നത് ഈശ്വരന്റെ കൽപ്പന പോലെ മാത്രമല്ലാതെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് കൽപ്പിച്ച പോലെ നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെ ഇനി എനിക്കൊന്നും വേണ്ട, എനിക്കിനി ഈ ലോകത്തെ ഈ പിണ്ടത്തെ ഇങ്ങനെ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയാണ് ഈ നമ്മുടെ പ്രപഞ്ചത്തെ എല്ലാത്തിനെയും നമ്മുടെ ഓരോ നിമിഷങ്ങളെയും കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ. അതുകൊണ്ട് ഞാൻ ഭഗവാനെ എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം ഞാൻ ആ കാൽക്കൽ സമസ്ത പ്രപഞ്ചത്തെയും ഞാൻ ആ കാൽക്കൽ സമർപ്പിക്കുകയാണ്, ശംഭോ എന്ന് വിളിക്കുകയാണ്. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊട് വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും
അങ്ങ് ശംഭു. ഇവിടുത്തെ പോകുമ്പോൾ ഇത് കാണാതെ പഠിച്ച് വൈകാട്ടാക്കിക്കണം. ഇനി നമുക്ക് ഇനിയൊരു ചിന്തിക്കാനൊരു അവസരം ഉണ്ടായത്. ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാൽ ഇത് ഈ ആദ്യത്തെ നാലിനെയും ചോദിച്ച ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പോഴും അൻപോട് വളർത്ത കൃപാലുപല്ലി അത് നമുക്ക് തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചോ ഇപ്പം തന്നെ. ഇനി ഒരു ക്ലാസ്സും കൂടെ നീണ്ടതിനെ ചിന്തിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നമുക്കൊക്കെയും ശ്രീനാരായണ സാമ്പദങ്ങളുടെ അനുഗ്രഹമുള്ളതെന്ന് നമുക്ക് ഇങ്ങനെ വന്നിരുന്ന് പഠിക്കാനായിട്ട് ഒരവസരം. ഭഗവാൻ കൂടുതൽ ചിന്തകൾ നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെത്താനെ ഉരുത്തിരിഞ്ഞ് വരും. നമുക്ക് ഓരോരോ അർത്ഥങ്ങളും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്നൊക്കെ ഭാഷണം കേൾക്കുകയല്ലേ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഓരോന്ന് നമ്മുടെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ് വരും. നമ്മൾ അത് ഇടതടമില്ലാതെ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കറിയാത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. തന്നെത്താനെ പുതിയ ആശയങ്ങളും പുതിയ അർത്ഥങ്ങളും എല്ലാം നമുക്ക്. അതാണ് ഭഗവാന്റെ കൃതികളുടെ എല്ലാം പ്രത്യേകത. നമുക്ക് തന്നെത്താനെ ഇനി ഉരുത്തിരിഞ്ഞ് വരും. അത് ചൊല്ലി ദൈനംദിന നിത്യേന ചൊല്ലുമ്പോൾ അതുകൊണ്ട് മനസ്സിലായിരുന്നു. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ നമ്മളിപ്പോൾ ആ പൂർണ്ണാവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ടായത് അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അമ്മയുടെ വയറ്റിൽ ആ പൂർണ്ണാവസ്ഥയിൽ നമ്മളൊക്കെ നമ്മളൊക്കെ ആ ഒരു പൂർണ്ണാവസ്ഥ കടന്നാണ് ഇത്രയും ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ പൂർണ്ണാവസ്ഥയിൽ ഇരുന്നപ്പോൾ ആരുമില്ല അവിടെ നമ്മളെ സഹായിക്കാനായിട്ട്. ആ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ പോലും അറിയാതാണ് ആ പൂർണ്ണാവസ്ഥ അവിടെ ഉണ്ടായത് അല്ലേ. ആ പൂർണ്ണാവസ്ഥയിൽ നമ്മളെ അവിടെ പരിപാലിച്ച് കാത്തു രക്ഷിച്ച് ആ ഈശ്വരനോടുള്ള ആ ഒരു നന്ദി കാണിച്ചത് അത് എത്ര മാത്രമാണ്. നമ്മളൊക്കെ അമ്മമാരാണ്. നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിച്ചു. അത് എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ എൻ്റെ ത്യാഗമാണ്. നമ്മൾ കുറച്ച് ത്യാഗമുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈശ്വരൻ അവിടെ ഒരു കരുണയുടെ ഒരു കൃപാകടാക്ഷത്തിൻ്റെ ഒരു തലോടുന്നുണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ആ പൂർണ്ണാവസ്ഥയിൽ ഒന്നും പറ്റാതെ അതിൽ നിന്ന് വളർന്നു വലുതായിട്ട് അമ്മയുടെ പ്രവർത്തന വെളിയിലേക്ക് വരെ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ആ പൂർണ്ണം ആരുടെ ഈശ്വരാംശമാണ്. ഈശ്വരൻ്റെ അംശം തന്നെയാണ്. ഈശ്വരൻ്റെ ആ അണ്ടത്തെ ബീജത്തെയും കൂടെ യോജിപ്പിച്ചത് ആ ഈശ്വരാംശത്തെ കൊടുത്തുകൊണ്ടാണ് യോജിപ്പിച്ചത്. അപ്പോൾ ഈ അകത്തെങ്ങനെ ഇരുന്നപ്പോൾ ഈശ്വരാംശമായി നിന്നോ അത് തന്നെയാണ് പുറത്തോട്ട് വന്നപ്പോഴും. അപ്പോൾ ഇതൊന്നും നമ്മുടേതല്ല, ഈശ്വരൻ്റെ തന്നെ സ്വന്തമാണിത്. എല്ലാം ഈശ്വരൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഈശ്വരൻ കൽപ്പിക്കുന്നത് പോലെ മാത്രമേ ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കത്തുള്ളൂ. ഒന്നും അല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഗർഭാവസ്ഥയിലിരിക്കുന്ന അവസ്ഥ എന്താ? പൂർണ്ണമായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എന്നെ ഏറ്റവും കാരുണ്യത്തോടുകൂടി കാത്ത് പരിപാലിച്ചത് ശംഭുവാണ്. അതുകൊണ്ട് ഭഗവാൻ കൽപ്പിക്കുന്നത് പോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ ഞാൻ എല്ലാം അങ്ങയുടെ കാൽപ്പാടുകളിൽ സമർപ്പിച്ച് നമ്മുടെ സഹോദരൻ പലവിധ നാമരൂപങ്ങളോടും കൂടി പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളും ഒരേ ആത്മസ്വരൂപത്തിൻ്റെ തന്നെ ഒരേ ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ. എല്ലാം ഒരേ ആത്മസ്വരൂപത്തിൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദ്യമായ ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവൻ അവനെന്ന്. അതെല്ലാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആ ലൈനിലേക്ക് നമ്മൾ വരണം. നമ്മൾ ആദ്യത്തെ 2 ലൈൻ മനസ്സിലാക്കണം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനെന്നും ഇവരെന്നും പലവിധ നാമരൂപങ്ങളോടും കൂടി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളും ഒരേ ആത്മസ്വരൂപത്തിൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയൊക്കെ അവരെന്തേത് കൂടി സുഖത്തിനായി വരണമെന്ന് നമ്മൾ ചിന്തിച്ച് ജീവിക്കാൻ കഴിയുന്നത്. നമുക്കിനി 2ാമത്തെ ശ്ലോകത്തിലേക്ക് കാണാം. 1ാമത്തെ മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? മനസ്സിലായോ? അത് നിങ്ങൾ കുറച്ചുകൂടെ ആത്മസമ്പുഷ്ടമാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുക കേട്ടോ.
മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണി പിടിച്ചറയിലെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയെങ്കിൽ നിന്നെ പിണ്ടത്തിനന്നമൃതു നൽകി വളർത്ത ശംഭോ. നമ്മുടെ ഈ ശരീരം ഒക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാലേ. നമ്മൾ പഠിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ഇത് തന്നെയാണ് ഭഗവാൻ ഇവിടെ ഈ ഭ്രൂണം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന്. മണ്ണും ജലം കനല് അമ്പരം കാറ്റ്. മണ്ണ് ഭൂമി അല്ലെ, ജലം തന്നെ, കനല് അഗ്നി, അമ്പരം ആകാശം, കാറ്റ് വായു. അപ്പൊ പഞ്ചഭൂതമായില്ലേ. ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി. അറയുന്നതാണ് ഗർഭപാത്രമാകുന്ന ആ ഇരുട്ട് അറയിലിട്ട് എണ്ണിപ്പിടിച്ച്, അതായത് കറക്റ്റ് റേഷ്യോ ഇല്ല, ഇക്കലായിട്ട് ഒന്നും ആ റേഷ്യോ ഒന്നും തെറ്റാതെ ഇന്നടത്ത് കണ്ണിന് ഇത്ര റേഷ്യോ, മൂക്കിന് ഇത്ര റേഷ്യോ വേണ്ട, ചെവിക്ക് ഇത്ര, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ആന്തരിക അവയവങ്ങൾക്കും എല്ലാം എത്ര റേഷ്യോയിലാണ് ഭഗവാനോടെ സ്വഭാവത്തിലെല്ലാം എല്ലാത്തിനും കൃത്യമായ റേഷ്യോയിലാണ് ഭഗവാൻ എണ്ണിപ്പിടിച്ച് അറയിലിട്ടിട്ട് എന്താ എരിയും കൊളുത്തി. ആ ജീവനാളം അങ്ങോട്ട് കൊളുത്തി കൊടുത്തു. ആ അന്തോ ബീജവും കൂടെ ആ യോജിക്കുന്ന സമയത്ത് തന്നെ ഓരോ റേഷ്യോ നമ്മുടെ കാതുകളും ചെവിയും മൂക്കും നാക്കും കൈയും കാലും വളരേണ്ടതിന് ഉള്ള ആനുപാതികമായിട്ടുള്ള എല്ലാം ഇതിനകത്ത് ആ പഞ്ചഭൂതങ്ങൾ ഇത്ര റേഷ്യോ വേണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചുകൊണ്ട് എണ്ണിപ്പിടിച്ച് അറയിലിട്ടിട്ട് ജീവൻ കൊളുത്തി. ആ ജീവനാളം കൂടെ കൊളുത്തി. ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്ന്. അങ്ങനെ തിരി കൊളുത്തിയ ആ സമയത്ത് ഒരു പൊട്ടിത്തെറിയോടുകൂടി, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടുന്ന ഒരു മായയുടെ ദേവത, ആ ദേവതയുടെ ശല്യമൊന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ ഭഗവാൻ എന്ത് കൊടുത്തു? പിണ്ടത്തിനന്ന് അമൃത് കൊടുത്തു. അമൃതാണ് കൊടുത്തത്. പാലും പഴം ബിസ്ക്കറ്റും ഒന്നും അല്ല കൊടുത്തേ. എന്താ കൊടുത്തേ? അമൃത് നൽകി വളർത്ത ശംഭോ. എൻ്റെ പിണ്ടത്തിനന്ന് ഈശ്വരന് അമൃത് തന്നെ കൊടുത്ത് വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. വേറൊന്നുമല്ല കൊടുത്തേ. യാതൊരു വിഷാംശവും ഒന്നുമില്ല. നമുക്കറിയാം ഗർഭാവസ്ഥയിൽ കിടക്കും ആ കൊഴുകൊഴുപ്പുള്ള ആ ഒരു ദ്രാവകത്തിലായി കുഞ്ഞു കിടക്കുന്നത് അല്ലെ, ആ ഭ്രൂണം കിടക്കുന്നത്. കണ്ണൊന്നും തുറക്കാൻ ആ കൊഴുകൊഴുപ്പുള്ള ദ്രാവകത്തിനെ നമ്മൾ വെളിയിൽ നിന്നെടുത്തിട്ട് ആ കുഞ്ഞിനെ ഇട്ടാൽ ജീവിക്കുകയല്ല. പക്ഷെ ഗർഭപാത്രത്തിന് ആ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ഈശ്വരന് മാത്രമേ ആ ഒരു സംവിധാനം ഒരുക്കി ആ ഒരു ഭ്രൂണത്തെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന മണ്ണും ജലം കനല് അഗ്നി വായു, ഈ 5 പഞ്ചഭൂതങ്ങളെയും ചേർത്ത് കൃത്യമായ റേഷ്യോയിൽ നമ്മുടെ ശരീരത്തിനെ ആ ഭ്രൂണത്തെ അവിടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് അതിന് ജീവനാളവും തീ കൊടുത്തി. അഗ്നി കൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ അഗ്നിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ദഹിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ദഹിക്കുകയല്ല. നമുക്കറിയാം നമ്മുടെ ഒന്ന് നോക്കിയേ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് നമ്മൾ വിസർജിക്കുന്ന ഓരോന്നിനും ചൂടാണ് അല്ലെ. മൂത്രത്തിന് ചൂടില്ലേ? ഉണ്ട്. മലമായാലും ചൂടില്ലേ? അങ്ങനെ ഓരോന്നും നമ്മൾ വായു ഇങ്ങനെ വെളിയിലേക്ക് പുറത്തേക്ക് വിടുന്ന വായു ചൂടാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ് ആ ചൂടുണ്ടാകുന്നത്. നമ്മൾ ആ കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിച്ചു പോകുന്നതും ആമാശയത്തില് ആ ദഹന പ്രക്രിയ, ഈ പ്രക്രിയയൊക്കെ ആരാ ഉണ്ടാക്കിയത്? അത്ഭുതം തോന്നി. ഞാൻ ചിന്തിക്കും കേട്ടോ, ഉള്ളിലുള്ള വൻകുടല്, ചെറുകുടല്, ആമാശയം, കരള്, കിഡ്നി, ഹൃദയം, ഈ പുറത്തുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അറിയാമോ? അകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ
അഹങ്കാരത്തിന്റെ കൊടുമുടി ചുങ്കത്തിൽ കയറി ഇരുന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ. ആ അഹങ്കാരത്തെ ഒക്കെ നമ്മളിനി മാറ്റണം. ഇതെല്ലാം ഈശ്വരന്റെ കഴിവ് മാത്രമാണ് എന്ന് അതിനെ ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിന്, ആ ദേവതയുടെ എന്നും പിടിയിൽപ്പെട്ടു പോകാതെ പിണ്ടത്തിന് അമൃതനാണ്. അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. ആ അമൃത് നൽകി കൊടുത്ത്, ആ അമൃത് നൽകിയോണ്ടാണ് നമുക്ക് അവിടുത്തൊന്നും സംഭവിച്ചില്ല. ആ ഗർഭപാത്രത്തിൽ വെച്ച് ഒന്നും സംഭവിക്കാതെ നമുക്ക് വെളിയിലേക്ക് വരാൻ പറ്റിയത് അല്ലേ. എന്തൊരു അതിശയമാണ് നോക്കിക്കേ. ഈശ്വരന്റെ ആ കൃപാകടാക്ഷം അത്രമാത്രം നമുക്കുള്ളത് കൊണ്ടാണ് ആ പൂർണ്ണത്തെ നമ്മളൊക്കെ ആ പൂർണ്ണാവസ്ഥ കടന്നേ. ആ പൂർണ്ണത്തെ അവിടുന്ന് പരിപാലിച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നത്. മണ്ണും ജലം കനല് അമ്പരം ഓട് കാറ്റ്, പൃഥ്വി ജലം അഗ്നി ആകാശം വായു, ഇതാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളൊന്നും മറക്കുക ചെയ്യണം നമ്മളല്ലേ. പഞ്ചഭൂതങ്ങളൊക്കെ അറിയാം. എണ്ണിപ്പിടിച്ച് അറയിലിട്ട് കൃത്യമായ കണക്കനുസരിച്ച്, അതിന് ഒരു മാറ്റവും വരാതെ കൃത്യമായ കണക്കനുസരിച്ച് അതിനെല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് ചെയ്തു. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായ എണ്ണിപ്പിടിച്ച് അറയിലിട്ടിട്ട് അതിനെ കൂട്ടിച്ചേർത്ത് എല്ലാം കണക്റ്റഡാണ് അല്ലേ. നമ്മുടെ ഓരോ അവയവങ്ങളും കണക്റ്റഡാണ് അല്ലെ. നമുക്ക് നെഞ്ചിനകത്ത് ബുദ്ധിമുട്ട് വന്ന ചിലപ്പോൾ നമ്മുടെ പാദം വരെ അതിൻ്റെ പ്രതിഫലം നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ. അതിനെല്ലാം കൂട്ടിച്ചേർത്താണ് ഈശ്വരൻ അതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ആ നമുക്കൊരു ഫീല് നമുക്ക് തോന്നുന്നത്. എരിയും കൊളുത്തി ചേതനയുടേതായ തീയും അതിൽ കൊളുത്തി ദണ്ഡപ്പെടുത്തും തീവ്രമായ വേദനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ദേവതയെങ്കിൽ നിന്ന്, ആ ഒരു ദേവത എന്ന് പറഞ്ഞാൽ ആ മായാദേവതയാണ് എൻ പിണ്ടത്തിന്, ആ പൂർണ്ണാവസ്ഥയിൽ കിടന്ന എനിക്ക് അന്ന് ഗർഭത്തിൽ കിടക്കുന്ന ആ സമയത്ത്, അതാണ് അന്ന് അമൃത് നൽകി വളർത്ത, മരണം സംഭവിക്കാനിടയില്ലാത്ത ദേവന്മാരും അസുരന്മാരും ഒക്കെ യുദ്ധം ചെയ്ത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അമൃത് കഴിച്ചാൽ മരണമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പൂർണ്ണാവസ്ഥയിൽ ഈശ്വരൻ നമുക്ക് അമൃതം നൽകിയത്. അമൃതം നൽകിയോണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അമൃതത്വം നൽകി വളർത്ത ശംഭോ, അമൃതം നൽകിയ വളർത്ത ശംഭോ, അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമിക്കുകയാണ് ശംഭോ അല്ലേ. നമുക്ക് എല്ലാവർക്കും നമിക്കാം. ഈ അവസരം അതിന് നമുക്ക് വിനിയോഗിക്കാം അല്ലേ. ആ പൂർണ്ണ അവസ്ഥയിൽ നിന്ന് ആണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് എന്ന് മനസ്സിലാക്കി നമുക്ക് ആ പാദങ്ങളിൽ ആ ഭഗവാന്റെ എല്ലാം നമുക്ക് ആത്മസമർപ്പണം ചെയ്യാം. ഈ ഓരോ ശ്ലോകത്തിലൂടെ നമ്മൾ ആത്മസമർപ്പണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. പിന്നെ നമുക്കൊന്നുമില്ല, നമുക്കൊന്നും വേണ്ട, എല്ലാം നമ്മൾ ആ പാദങ്ങളിൽ അർപ്പിക്കുകയാണ് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനത് വായിക്കാവേ, അത് കഴിഞ്ഞിട്ടില്ല. പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ ഒരു പ്രത്യേക അനുപാതത്തിൽ അഥവാ ശരിയായ അളവിൽ അല്പം പോലും കണക്ക് തെറ്റാതെ ഗർഭപാത്രമാകുന്ന ഇരുട്ടറയിൽ സമന്വയിപ്പിച്ച് കൂട്ടിച്ചേർത്ത് അതിൽ ചേതനയുടേതായ തീയും അഥവാ ജീവനാളം കൊളുത്തി അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും ചേർത്ത് ഒരു കോശമായി മാറുന്ന ആ സമയത്ത് പൊട്ടിത്തെറിക്കാൻ എന്ന വണ്ണം മായാദേവതയിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന വേദനയിൽ നിന്ന് അഥവാ മരണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുക മാത്രമല്ല ആ പിണ്ടത്തിന് അമൃതത്വം നൽകി വളർത്തിയെടുത്ത ശംഭുവാണ് ഈശ്വരൻ. മനസ്സിലായില്ലേ? അയോ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും പിടിച്ചറിയിട്ട് എരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ന് പിണ്ടത്തിനന്നമൃതു നൽകി വളർത്ത ശംഭോ. ഇനി യാതൊരു സംശയം വേണ്ട, നമ്മുടെ ശരീരമൊക്കെ ഈ ശരീരം ഇപ്രകാരമായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്? അത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അത് പിണ്ടത്തിൽ ആ പൂർണ്ണാവസ്ഥയിലും ആ പഞ്ചഭൂതങ്ങളെ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ഭഗവാൻ അതിനെ കൂട്ടിച്ചേർത്താണ് ആ പൂർണ്ണത്തിനെയും
ആ ഒരു അണ്ടവും ബീജവും കൂടെ ചേരുന്ന സമയത്ത് എരിയും കൊളുത്തി ജീവന്റെ എരിയും കൊളുത്തിയത് ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അതേ ശരീരം തന്നെയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ പൂർണ്ണാവസ്ഥയിൽ നമുക്ക് അമൃത് നൽകി വളർത്തതും ഈശ്വരൻ തന്നെയാണ്. അതിന് ഈ പ്രപഞ്ചത്തിലെ ഏത് രണ്ട് സാധനങ്ങൾ ഒന്നിച്ച് ചേരുന്ന രാസപ്രക്രിയ നടക്കും. ആ രാസപ്രക്രിയ നടക്കുമ്പോൾ ഒരു വിഘടനമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് ഒരു വിഘടനം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. മായാദേവതയുടെ പ്രവർത്തനം പോലെ ഒരു വിഘടനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് ആ സ്ഫോടനം ഒന്നും ഉണ്ടാകാതെ അമൃതത്വം നൽകി എന്റെ പിണ്ടത്തെ ഈശ്വരനോടെ കാത്തു സംരക്ഷിച്ചു. നമുക്കറിയാം അമ്പോഷണമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് ചിന്തിക്കാല്ലേ. ആ ഒരു വിഘടനം മൂലം അല്ലെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം അവിടെ ഈശ്വരനെ തെറ്റിയതുകൊണ്ടായിരിക്കും പലർക്കും സംഭവിക്കുന്നത്. ഇന്ന് അണ്ടവും ബീജവും വെളിയിലെടുത്തിട്ട് ഗർഭപാത്രത്തിലേക്ക് നാച്ചുറലല്ലാത്ത രീതിയിൽ നിക്ഷേപിച്ചുകൊണ്ടൊക്കെ ഗർഭം ധരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഫെയിലാകുന്നുണ്ട്. ഈശ്വരന്റെ കൃപാകടാക്ഷം എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈശ്വരന്റെ കൃപാകടാക്ഷം ഇല്ലാതെ അത് സംയോജിക്കത്തില്ല. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇപ്പം ട്രീറ്റ്മെന്റിലൂടെ നേടുന്നത് ചിലപ്പോൾ രൂപ പ്രാവശ്യം അത് ഫെയിലാകുന്നു. ഈശ്വരന്റെ കൃപാകടാക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് സക്സസ് ആയിട്ട് കുട്ടിയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈശ്വരന് മാത്രമേ ഈ സൃഷ്ടിക്കുന്ന അവകാശം ഈശ്വരന് മാത്രമേ ഉള്ളൂ. മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ മറ്റൊരു ജീവി ഈ പ്രപഞ്ചത്തില് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യർക്ക് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ജീവിയെ പട്ടിയെ കുറിച്ച് എല്ലാത്തിനും ഈശ്വരനെ സൃഷ്ടിച്ചു. അതുപോലെ വേറെ ഒരു ജീവിയെ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യനുണ്ടാക്കാൻ പറ്റും, റോബോട്ടിനെ ചെയ്യാൻ പറ്റും. അത് താല്പര്യം അതിന്റെ ബാറ്ററിയുടെ കാലാവധി കഴിയുമ്പോൾ അത് നന്നായി പോകും. പക്ഷെ ഇതങ്ങനെയല്ല. ഈശ്വരന് മാത്രമേ ഒരു ജീവിയെ സൃഷ്ടിക്കാനുള്ള അവകാശം ഉള്ളൂ. ഈശ്വരന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മനുഷ്യനെ കൊണ്ട് അസാധ്യമായൊരു കാര്യമാണ്. എരിയും കൊളുത്തി ആ ജീവത്തിന്റെ അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന് ഒരു കോശമായി മാറുന്ന സമയത്ത് ഒരു വിസ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത മായാദേവതയുടെ സാധ്യതയുണ്ട്. പ്രയോഗം നടക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മാത്രമല്ല ആ പിണ്ടത്തിന് അമൃതത്വം നൽകി വളർത്തി സംഭവം. ആ പിണ്ടത്തിന് വേണ്ടുന്ന അമൃതത്വം നൽകി അമ്മയുടെ ശരീരത്തിൽ നിന്ന് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ ഈ ഒരു ഗർഭധാരണം ചെയ്യുന്ന സമയത്ത് നമ്മളല്ലാത്ത സമയത്തെ പോലെ അല്ല നമ്മുടെ ശരീരം, അല്ലെ? അത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പോഷകങ്ങളെല്ലാം കുഞ്ഞിന് ലഭിക്കാനായിട്ട് നമ്മളെ കൂടെ സജ്ജമാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ആ പൂർണ്ണത്തിന് കൊടുക്കുന്നത് കൂടാതെ നമ്മളെ ആ കുഞ്ഞിന് അമൃതാണ് വേണ്ടതെന്ന് ഈശ്വരൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ കൂടെ അതിനു വേണ്ടി സജ്ജമാക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സത്വഗുണമുള്ള ആഹാരങ്ങൾ ഗർഭിണികൾ കഴിക്കണമെന്ന്. അതിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ അവർക്ക് ആ പോഷകങ്ങളിലൂടെ ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ശുദ്ധിയും വൃത്തിയും നമ്മുടെ ചിന്തകളുടെയൊക്കെ ഫലമായിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സന്താനങ്ങൾ ലഭിക്കുന്നത്. ഇത് അതിനാണ് ഗർഭിണികൾ ഈ കൃതി ചൊല്ലണം, കൃത്യമായിട്ട് ചൊല്ലിയിരിക്കണം എന്ന് പറയുന്നത്. സന്താനമുണ്ട്. ഇന്ന് നമുക്കറിയാം യാതൊരുവിധ അനുകമ്പയില്ലാത്തൊരു സമൂഹമാണെന്ന് ഇവരോട് നോക്കേണ്ടി ഒരു നന്ദിയില്ല. നമ്മള് പിണ്ടത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാല് വെളിയിലേക്ക് നോക്കിയാൽ എന്തെങ്കിലും നന്ദി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. വളർത്തി വലുതാക്കിയ എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ അമ്മയുടെ കഴുത്തിന് കത്തി വെക്കുന്ന മക്കളായിരുന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഇനിയിപ്പോ നമ്മളൊക്കെ അമ്മമാരായി നമ്മുടെ മക്കള് വളർന്ന് അവര് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളുടെ അടുത്ത് അവര് ചൊല്ലിയില്ലെങ്കിൽ ഞാനത് തീരുമാനിച്ചിരിക്കുന്നത് നമ്മളടുത്തിരുന്ന് ചൊല്ലണം. നമ്മളടുത്തിരുന്ന് ഇടപെടവില്ലാതെ പറഞ്ഞു കൊടുത്ത് എന്റെ പിള്ളേർക്ക് ഞാൻ കൃത്യമായിട്ടിരുന്ന് പഠിച്ചു കൊടുക്കുക. ഞാൻ വീട്ടിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ഈ കൃതി ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ ഇപ്പൊ അവള് കൊച്ചവള് ജർമ്മനിയിലാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മ ഹോമ മന്ത്രം എനിക്ക് അയച്ചു തരണം.
പ്രദീപ് ഇവിടെ പുസ്തകം കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ ഹോമമന്ത്രം അധികം ചൊല്ലാത്തതുകൊണ്ട് അമ്മ ചൊല്ലിയിട്ട് തരണം, ഞാനത് കേട്ട് പഠിച്ചോളാം. ഞങ്ങൾ ഇന്ന് വരെ അമ്മ ചൊല്ലുന്നത് കേട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ നോക്കി വായിച്ചാൽ അത്ര പഠിക്കുക. അതുകൊണ്ട് അമ്മ എനിക്ക് ഇട്ട് തരണം എന്ന് പറയും. ഇട്ടുകൊണ്ടില്ലെങ്കിൽ ചെന്നിട്ട് വേണം ഇട്ട് കൊടുക്കുക. ഹോമമന്ത്രം എന്നും ചൊല്ലാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടതടവില്ലാതെ ഈ മകന്റെ ആയിക്കോട്ടെ മകളുടെ ആയിക്കോട്ടെ ആ ഗർഭം ധരിക്കുന്ന ആ സമയത്ത് അതിന് മുന്നേ അവരെ ഇതിനെ പ്രാപ്തരാക്കണം. നമ്മൾ എങ്ങനെയായാലും അത് മാത്രമേ ഉള്ളൂ. വേറെ കൃതികൾ ഭഗവാൻ ദർശിച്ച ആ ലോകത്തിനെ മാത്രം നമ്മൾ ആ ഭഗവാന്റെ ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുത്തുള്ളൂ. യാതൊരു സംശയവും വേണ്ടതിന്. നല്ല സമയത്ത് ആ ഒരു സമയം എന്ന് പറയുന്നത് കൂട്ടും. എല്ലാവരും കൂട്ടുന്നവരൊക്കെ ഞാൻ അതിൽ നിന്നെല്ലാം ഒഴുകിയ ആളാ. കൂട്ടുമായിരുന്നു നേരത്തെ, എല്ലാം കൂട്ടുമായിരുന്നു. ഒരു ശിവരാത്രിക്ക് നോയമ്പ് തുടങ്ങിയതാ, അതോടെ അത് നിർത്തിയില്ല. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക, ഒന്നും കൂടുതല. അങ്ങനെ നമ്മള് ഇറച്ചിയും മീനും കൂട്ടി കഴിച്ച് അതിൽ നിന്നും ആ പോഷകം ആദ്യം കൊടുക്കുന്ന കുഞ്ഞിന് ലഭിക്കുന്ന എങ്ങനെയാ, അതിൽ നിന്നുള്ളതാണ്. പിന്നെ മൃഗത്തിന്റെ സ്വഭാവം കാണിച്ചില്ലെങ്കിലുള്ള അതിശയം കുഞ്ഞുങ്ങള്. ഇന്ന് പിള്ളേരോട് പറഞ്ഞ അവർക്ക് ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ കടയിൽ പോകുന്നത് കുറച്ച് സമയം കിട്ടാറില്ല. പ്രാർത്ഥനയൊക്കെ വൈകിട്ടപ്പോഴേക്കൊക്കെ ഞാൻ ചെല്ലുന്നത്. മോള് പറയാം, അമ്മ സന്ധ്യക്ക് വന്നിരുന്ന മോള് വളരെ നേരം 6-7 പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല. ഇന്നലെ സന്ധ്യക്ക് കിടക്ക് കത്തിച്ച് നാമം ചെല്ലുമ്പോൾ എന്തൊരു മനസ്സിന് തന്നെ ഒരു സ്ട്രെസ് എനിക്ക് പകുതി കുറഞ്ഞ പോലെ തോന്നുന്നതാണ്. അത് ഈ ഭഗവാന്റെ കൃതികൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ചൊല്ലാനായിട്ടും അവരെ മനനം ചെയ്യാൻ മാത്രമല്ല, നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നതല്ല, അവർ പാനം ചെയ്യിപ്പിക്കണം, അവരെ കുടിപ്പിക്കണം. അത് നമുക്ക് 3ാമത്തെ കൃതിയിലേക്ക് പോവാം. 2ാമത്തെ മനസ്സിലാവുന്നതിനുള്ള മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലായില്ലെങ്കിലും മനസ്സിലായെന്ന് പറയുന്നത്. കല്ലിനകത്തുകൂടി വാഴുമൊരൽപജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റ് എല്ലാരും ഇങ്ങിതിരുന്നു വളർന്നിരുന്നു. കല്ലിനകത്ത് കുടി വാഴുമൊരൽപ്പജന്തു. അല്ലേ, നമ്മള് ഈ പറമ്പിലൊക്കെ കല്ലിളക്കി നോക്കിയാൽ അതിനടിയില് അനേകം ചെറിയ ചെറിയ കീടങ്ങളും പുഴുക്കളും ഒക്കെ കാണാൻ പറ്റില്ലേ. ഇവ മഴ സമയമായതുകൊണ്ട് കല്ലൊന്നും നോക്കണ്ട, ഇലയുടെ അടിച്ചെന്ന് നോക്കിയാലും ചെറിയ ചെറിയ കീടങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ കല്ലിനകത്ത് കുടി വാഴുന്ന ഒരൽപ്പജന്തു, കുഞ്ഞ് ആ കൃമി മാത്രമല്ല, അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും, അല്ലിക്കുടത്തിൽ അമരുന്ന ആ ദേവേന്ദ്രൻ പോലും ഈ ഈശ്വരന്റെ കൃപയോടുകൂടി മാത്രമേ കഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, അനുകമ്പാദശകം ജന്മം പറയുന്നതിലെ ഒരു വീട് എറുമ്പിന് പോലും നമ്മൾ വരുത്തരുത്. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതുവെച്ചാൽ ആ എറുമ്പിനെ പോലും അതിന് ജീവിക്കാനായിട്ട് അതിന് ജീവിതം കൊടുത്തത് അതിനെ സന്തോഷിച്ച് ജീവിക്കാനായിട്ടാണ്. എറുമ്പിന് ലൈനായിട്ട് പോകുമ്പോൾ അതാ അതിന്റെ സന്തോഷം. ആ എറുമ്പിന്റെ സന്തോഷം അതാണ്. അതുപോലെ ഓരോ ജീവികൾക്കും, ഒരു പുഴുവാണെങ്കിലോ ആ പുഴുവിന് അതിൻ്റെതായ രീതിയിൽ അതിന് നടക്കാനുള്ള ഒരു ജീവിതമാണ് ഈശ്വരൻ കൊടുത്തത്. നമ്മൾ അതിനെ ഒന്നുമല്ല, ഓരോ ജീവികൾക്കും അതുപോലെ തന്നെയാണ്. അതിന് അതിൻ്റെതായ സന്തോഷത്തിലൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അതിന് ജീവിതം കൊടുത്ത് കല്ലിനകത്ത് കുടി വാഴും, പാറകളുടെ വിടവിലും മറ്റും ജീവിക്കുന്ന, അത് ഒരു നിസാര ജീവിയെന്ന് മാത്രം ഉദ്ദേശിക്കുന്നു. ആ നിസാര ജീവികളും ഒരല്പജന്തു, അല്പജീവികളായ കൃമികീടങ്ങൾ, അത് ചെറിയ നിമിഷങ്ങൾ കൊണ്ട് ജീവിതം തീരുന്ന കൃമികീടങ്ങളുണ്ട് ഇല്ലേ. അങ്ങനെയുള്ള ജീവികള് ചെറുതുകൊണ്ട് വലുതുകൊണ്ട്. ഈ കൊതുകിൻ്റെയൊക്കെ മുട്ടയൊക്കെ ഈ ഇലയുടെ അടിയിലൊക്കെ ഇരുന്ന വർഷങ്ങൾ ഇരിക്കുന്നതാണ്. പിന്നെ അതിന് തണുപ്പ് വരുമ്പോൾ മാത്രമേ അത് മുട്ട വിരിഞ്ഞ് വർഷങ്ങൾ ആ ഇലയുടെ അടിയിൽ ആ മുട്ട ഇരുന്നാലും തണുപ്പ് ചെന്ന് കഴിയുമ്പോൾ വീണ്ടും അത് വിരിഞ്ഞു വരും. എന്നാൽ ചിലതിനൊക്കെ നൈമിഷികമായ ജീവിതം മാത്രമേ ഉള്ളൂ. നിന്റെ കൃപ എപ്രകാരമുള്ളതാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന താമരപ്പൂവിന്റെ ഉള്ളിൽ വസിക്കുന്ന ദേവപ്രധാനിയായ ബ്രഹ്മാവ്, മറ്റെല്ലാവരും, എല്ലാ സകല ജീവജാലങ്ങളും ഇതിലിരുന്ന് ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ നിന്റെ കൃപയ്ക്ക്, ഈശ്വരന്റെ കൃപയ്ക്ക്
വിധേയമായി ഇരുന്നു കൊണ്ടാണ് ജനിക്കുകയും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ജനിക്കുകയും നമ്മൾ അണ്ടർലൈൻ ഇട്ട് ചിന്തിക്കുന്നത്, നമ്മളൊക്കെ ജനിക്കുകയും ഇന്ന് ജീവിക്കുകയും ചെയ്യുന്നത് ഈ പ്രപഞ്ച വ്യവസ്ഥയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈശ്വരനാണ്. ആ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ കൽപ്പിച്ച പോലെ വരുന്ന ആദ്യം പറഞ്ഞു തന്നതാണ്. അനുസൃതമായിട്ടാണ് നമ്മൾ എങ്ങനത്തെ ആയെന്ന് പറഞ്ഞാലും കൽപ്പിച്ച പോലെ മാത്രമേ വരുള്ളൂ. തുടർന്ന് പറയാതെ പാറകളുടെ വിടവിൽ എഴുതാനല്ലേ നീ പറഞ്ഞു കേൾപ്പിക്കാതെ. പാറകളുടെ വിടവിലും മറ്റും ജീവിക്കുന്ന വെറും അല്പജീവികളായ കൃമികീടങ്ങൾ മാത്രമല്ല നിന്റെ കൃപ എപ്രകാരമുള്ളതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. താമരപ്പൂവിന്റെ ഉള്ളിൽ വസിക്കാനിടയായ ദേവപ്രധാനിയായ ബ്രഹ്മാവിന്റെ മറ്റ് സകല ജീവജാലങ്ങളും നിന്റെ കൃപയ്ക്ക് വിധേയമായി മാത്രമാണ് പ്രപഞ്ച വ്യവസ്ഥയിൽ ഉണ്ടാവുകയും വളരുകയും ചെയ്യുന്നത്. ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ ഉള്ള എല്ലാ ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഇന്ന് നിലനിന്ന് പോകുന്നതും ജീവിക്കുന്നതും വളരുന്നതും എല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ്. അത്രയാണ് ആ ശ്ലോകത്തിനകത്ത്. കൽപ്പിച്ച പോലെ മാത്രമേ വരുമെന്ന് നിലച്ച് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ആ പാദങ്ങളിൽ അർപ്പിച്ചിട്ട് എല്ലാം നമുക്ക് സകലതും ഈശ്വരനെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അറിയാമെന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം. ഇന്നലെ ക്ലാസ് എടുത്ത ടീച്ചർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടെ എൻ്റെ സഹപാഠികൾക്കും നന്ദി അറിയിക്കുന്നു.